യമനിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മലയാളിയായ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമം ഊർജിതം. പ്രാരംഭ ചർച്ചകൾക്ക് ആവശ്യമായ $40,000 ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ചു. തുക ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ട് വഴി യമനിലെ അഭിഭാഷകന് കൈമാറി. വിവരങ്ങൾ സഹിൻ ആന്റണി നൽകും. സഹിൻ, ഏറെ നാളത്തെ പരിശ്രമമാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ തുക സമാഹരിക്കാൻ ആയി എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ഈ ചർച്ച എപ്പോഴാണ് ആരംഭിക്കുക? അതുമായി ബന്ധപ്പെട്ട നടപടികൾ എങ്ങനെയാണ് സഹിൻ? അതിര പറഞ്ഞ പോലെ തന്നെ യമനിലെ ബിസിനസ് പങ്കാളിയായിരുന്ന തലാൽ മെഹദിയെ കൊലപ്പെടുത്തി വാട്ടർ ടാങ്കിൽ തള്ളി എന്നുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിമിഷപ്രിയ കഴിഞ്ഞ 2014 മുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നത്. ഇതിനിടയിൽ നിമിഷപ്രിയയുടെ അപ്പീലുകൾ യമനിലെ സുപ്രീം കോടതി തള്ളുകയും ചെയ്തിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും തൂക്കിലേറ്റാമെന്നുള്ള ഒരവസ്ഥയിലാണ് നിമിഷപ്രിയ ഇപ്പോൾ ഉള്ളത്. ഇതിനിടയിലാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ടുള്ള ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. അതിൻ്റെ പ്രാരംഭഘട്ടം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. $40,000 ആയിരുന്നു പ്രാരംഭഘട്ടത്തിൽ നൽകേണ്ടിയിരുന്നത്. യമനിലെ നിയമപ്രകാരം യമനിലെ ഗോത്ര തലവന്മാർക്കും അതേപോലെ തന്നെ ഗോത്ര വിഭാഗത്തിന് മാത്രമേ, അവിടുത്തെ പണ്ഡിത അല്ലെങ്കിൽ പുരോഹിത സഭയ്ക്കും മാത്രമേ ഇത്തരത്തിൽ കുടുംബവുമായിട്ടുള്ള ഒരു ചർച്ച നടത്താൻ കഴിയുകയുള്ളൂ. അതിന് യമനിലെ സുപ്രീം കോടതി അനുമതിയും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു ചർച്ച നടത്തുമ്പോൾ ബ്ലഡ് മണിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി ഇനി സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതിന് പ്രാരംഭഘട്ടത്തിൽ വേണ്ടത് $3 കോടിയിലധികമാണ്. ഏറ്റവും ആദ്യം $40,000 നൽകേണ്ടിയിരിക്കുന്നു ഈ അവിടുത്തെ യമനിലെ അഭിഭാഷകന്. ആ പണം നമ്മളുടെ എംബസി വഴി കൈമാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ $40,000 കൊടുത്തിട്ടുണ്ട്. ഇനി പ്രാരംഭ നടപടികൾ ആരംഭിക്കാം. ഇപ്പോഴും നിമിഷപ്രിയയുടെ മാതാവും ആക്ഷൻ കൗൺസിൽ അംഗവും എല്ലാം യമനിൽ തുടരുകയാണ്. ഏത് നിമിഷം വേണേലും നിമിഷപ്രിയയെ തൂക്കിലേറ്റാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചർച്ചകൾ ആരംഭിച്ച് മധ്യസ്ഥ ചർച്ചയിലൂടെ ബ്ലഡ് മണി ഉറപ്പാക്കുകയും ആ കുടുംബത്തിന് അത് നൽകുകയും വേണം. എന്നാൽ മാത്രമേ ഈ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുകയുള്ളൂ. എന്തായാലും അതിനുള്ള ഒരു പ്രാരംഭ നടപടികളെല്ലാം വിജയം കണ്ടെത്തിയിരിക്കുന്നു. ആതിര. ശരി, നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ ശ്രമം ഊർജിതമാവുകയാണ്. ഇപ്പോൾ $40,000 സമാഹരിക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. ഇത് ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ട് വഴി യമനിലെ അഭിഭാഷകന് കൈമാറിയെന്നുമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.